ഹലോ. ജാസ്മിന് വേണ്ടിയിട്ട് ഫേവറിസം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും, പ്രത്യേകിച്ച് ജാസ്മിൻ്റെ PR ടീംസ് വന്ന് ഭയങ്കര തെറിവിളിയും ബഹളവുമാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ. ചില രീതികൾ, അതായത് അതിനകത്ത് കയറുന്ന മനുഷ്യർക്കല്ല, ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ കോൺട്രാക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വ്യത്യസ്തത വരുമ്പോഴല്ലേ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഫേവറിസം അതിനകത്ത് നടക്കുന്നുണ്ടോ ഇല്ലെന്ന് തോന്നൽ വരുന്നത്. ആദ്യം തന്നെ പറയാം, ജാസ്മിനെ വിരൽ കൊണ്ടെന്തോ ആംഗ്യം കാണിച്ചു, അല്ലെങ്കിൽ നടുവിരൽ നമസ്കാരം കാണിച്ചു സിബിൻ. അപ്പോഴും സിബിനെ വളരെയധികം മോശപ്പെടുത്തി, വളരെ ഹേർട്ടഡ് ആകുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് പുറത്തേക്ക് ഇട്ടു. മെഡിസിനൊക്കെ കൊടുത്തു, കൊല്ലാനും നോക്കിയിട്ടുണ്ട്. മാക്സിമം അയാളെ കൊണ്ട് വയലൻ്റ് ആകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള മെഡിസിൻ കൊടുത്തു. അയാളെ ഭയങ്കരമായി ഉപദ്രവിച്ച് ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്ത് അയാളെ പുറത്താക്കി. പക്ഷെ അതിലേക്ക് അയാളെ നയിച്ച ആ വിരൽ പൊക്കാനുണ്ടായ സാഹചര്യം വേസ്റ്റ് എന്നൊരു വിളിയിൽ കൂടെയല്ലേ വന്നത്. എന്തുകൊണ്ട് അതിന് പണിഷ്മെൻ്റ് ഉണ്ടായില്ല? എന്തുകൊണ്ട് അത് സ്പെസിഫിക്കലി പറഞ്ഞുമില്ല? ഒരാളെ അധിക്ഷേപിക്കുന്നതിനും കടന്നാക്രമിക്കുന്നതിനും ഒരു പരിധി വേണ്ടായോ? പരിധി ലംഘിച്ചത് ആരാണ്? എന്തുകൊണ്ട് ജാസ്മിന് അതിന് പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ഒരു വിലക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല? മനസ്സിലായില്ല. ജിൻഡോ തെറി വിളിച്ചു. ജിൻഡോയെ തെറി വിളിച്ചതിൻ്റെ ബാലൻസായി ജിൻഡോ തിരിച്ചു പറഞ്ഞു. അതായത് ഒരു തന്തയില്ലാത്ത മക്കളും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ. ഇതിന് മറുപടിയായിട്ടാണ് ജിൻഡോയും പറഞ്ഞ അതേ വേർഡ് കടമെടുത്തു, റിപ്പീറ്റഡ്ലി പറഞ്ഞു. പക്ഷെ പണിഷ്മെന്റ് കിട്ടിയത് ജിൻഡോയ്ക്കല്ലേ? ജിൻഡോയല്ലേ ഗബ്രിക്കൊപ്പം പുറത്തേക്ക് വിട്ടത്? ഇതേ സാധനം പറഞ്ഞ ജാസ്മിനെ എന്തുകൊണ്ട് പുറത്തു വിടാൻ ശ്രമിച്ച പോലുമില്ല? ജാസ്മിനെ എന്തിനാ നിങ്ങൾ കെയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത്? ശരി, ഇനിയിപ്പോൾ ജാസ്മിനും ഇതും ആയതുകൊണ്ടാണ് നമുക്ക് ഈ സംശയം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു വിഷയം എടുക്കാം. റോക്കി ഒരു ഇട്ടി അങ്ങോട്ട് കൊടുത്തു, പ്രൊവോക്ക് ചെയ്തതിനാണ്. തൊട്ടാ നീ എന്ത് ചെയ്യുമടാ? തൊട്ടു, ദാ കിടക്കുന്നത് ടപ്പേ, പൊട്ടിച്ചങ്ങ് കയ്യിൽ കൊടുത്തു. ഓപ്പറേഷനായി, റെസ്റ്റായി, മിണ്ടാതൊരു മൂലയ്ക്ക് ഇരിക്കേണ്ടവൻ നിരന്തരമായിട്ടിരുന്നുകൊണ്ട് പരദൂഷണവും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ നടന്നത്? ദ വെരി നെക്സ്റ്റ് മൊമെന്റ് കൺവെൻഷൻ റൂമിലേക്ക് വരൂ റോക്കി. വന്നു. കണ്ണ് കെട്ടിക്കൊണ്ട് റോക്കി പുറത്തേക്ക് പോകും. ഇന്നലെ സംഭവിച്ചതും റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഇടിയാണ്. കഴുത്ത് കുത്തി പിടിച്ചൊരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് അവർക്ക്. നമ്മളെ കാണിച്ചിട്ടില്ല, കാരണം കേസ് ഓൾറെഡി ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ഒരു സംഗതി നമ്മളെ കാണിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ അട്ടി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അല്ല, റോക്കി കളിച്ച അതേ നാടകം തന്നെയല്ലേ റസ്മിനോടെ കളിച്ചത്? കരഞ്ഞ് തകർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് മുലകളിലേക്ക് മുഖം അമർത്തി വെച്ച് കരഞ്ഞ് മേഞ്ഞ് പെണിഞ്ഞ് എന്തുവായിരുന്നു? അപ്പോൾ റോക്കി ബായുടെ അടുത്ത് നിങ്ങൾ ക്ഷമിക്കത്തില്ല, കണ്ണ് കെട്ടി പുറത്ത് കൊണ്ടുപോകും. റസ്മിൻ ബായിയോട് നിങ്ങൾക്ക് കണ്ണ് കെട്ടേം വേണ്ട, പുറത്തും കൊണ്ടുപോകണം. സ്ത്രീ ആയതുകൊണ്ടാണോ അതോ ജാസ്മിൻ്റെ ഫേവറിറ്റ് ആയതുകൊണ്ടാണോ? എന്നെ നോക്കി ഒരാൾ സുന്ദരി എന്ന് പറഞ്ഞു. സുന്ദരി എന്ന് പറയാൻ എനിക്കിവിടെ വേറെ ആരാ ഉള്ളത്? നിന്നെ ഞാൻ മടുത്തു, നിന്നെ നന്നാക്കാൻ പറ്റത്തില്ല, നീ കാപ്രി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അരിച്ചരിച്ചരിച്ചരിച്ച് കയറും. ബിക്കോസ് ഞാൻ ക്രഷ് കൊണ്ട് നടക്കുന്ന ഒരു ലെസ്ബിയാണ്. എനിക്ക് ക്രഷ് അടിക്കണം. ആ ക്രഷിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ പിറകെ നടക്കുന്നത്. അപ്പം നീ കാപ്രി 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 എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? ഞാൻ എന്ത് ചെയ്യാ? ഞാൻ കാപ്രി 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 എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ വേറെ ആരാ ഉള്ളത്? നോക്ക്, ശോതമാം വന്നിട്ട് ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞു. നോക്കടാ എന്നെ സുന്ദരിയാണെന്ന് പറഞ്ഞടാ എന്ന് ഞാൻ ആരെടുത്ത് പോയി പറയും? എനിക്കിതൊക്കെ പറയാൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? നീ ഉണ്ടോ? നീ എൻ്റെ ഒപ്പം ഉണ്ടോ? നീ എന്നെ വിട്ടു പോയില്ലേ? നീ എന്നെ കളഞ്ഞില്ലേ? അപ്പോൾ ഇത് ഓക്കെയാണല്ലേ? അവളവിടെ മലന്നങ്ങട് കിടക്കുകയാണ്. റോക്കി അവിടെ കിടന്നോ? ഇല്ലല്ലോ. റോക്കി എത്രത്തോളം റിഗ്രറ്റ് ചെയ്തു, എത്ര വിഷമിച്ചു. എൻ്റെ റോക്കിയെ തിരിച്ചെടുക്കാതിരുന്നത്. ഇനി എൻ്റെ ഒരു അഭിപ്രായം റോക്കിയെ തിരിച്ചെടുക്കണമെന്നാണ്. റോക്കിയെ തിരിച്ചെടുക്കണമെന്നാണ്. കാരണം റസ്മിന് മാപ്പ് കൊടുക്കാൻ പിന്നെ റോക്കിക്ക് മാപ്പ് കൊടുത്തൂടെ? എന്താ വ്യത്യാസം? റസ്മിൻ എന്താ വേറെ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? അതോ ഇതേപോലെ തല്ലുകൊള്ളിത്തരം അനർഹമായി ആവശ്യപ്പെട്ടെടുത്ത് കൊടുത്തെന്നുള്ളത് കൊണ്ടാണോ? എന്താ കാര്യം? സിജോയും വന്ന് പറഞ്ഞിരുന്നല്ലോ, എനിക്ക് റോക്കിയോട് ദേഷ്യമില്ല, റോക്കിയെ തിരിച്ചു വിളിക്കണം പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ റോക്കിക്ക് മാത്രം എന്താ? അതെന്താ രണ്ടാം ചാനലിലുണ്ടായതാണോ റോക്കി? മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇരട്ടത്താപ്പാണോ? ഇരട്ടത്താപ്പല്ല, ഫേവറിസമാണ്. ജാസ്മിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരെയും പോകും അല്ലേ? വന്ന ഗസ്റ്റുകൾ പറയുന്നു, ഷോ കൂട്ടിനെസ് ഓവർലോഡഡ് വാരി അങ്ങോട്ട് വിതറുകയാണ് ജാസുമോള്. കണ്ടിട്ട് സഹിക്കണില്ലല്ലയോ? എന്തുവാ ആരപ്പം ജാസു? എന്തൊരു സ്നേഹമുള്ള കുട്ടിയാ. അവള് തന്നെ അങ്ങോട്ട് പോയിട്ട് റോബോ മാറി എടാ ഊളകളെ എന്ന് വിളിച്ചത് അത് കൊള്ളായിരുന്നല്ലേ? ജാസു എന്ത് പറഞ്ഞാലും അതിനൊരു ക്യൂട്ട്നെസ്സാണ്. കാലിലെ നഖമെടുത്ത് വായിക്കാത്ത കുത്തി കയറ്റിയാലും ക്യൂട്ട്നെസ്സാണ്.
ചെരുപ്പിടാതെ നടന്ന ആ സോഫകളിലൊക്കെ കൈയും കാലും കയറ്റി വെച്ചിരുന്നാലും കൂട്ടിനസ്സാ. ചെരുപ്പിടാത്ത കാലും കൊണ്ട് നടന്ന് അതേപോലെ ബെഡിൽ കയറി തുള്ളി തുള്ളി കളിച്ചാലും കൂട്ടിനസ്സാ. അവൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ടാസ്ക് കൊടുത്താൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധം പോലുമില്ല. ഓ, എന്നെ കൊണ്ട് ഇപ്പം ഇത്രയേ പറ്റൂ. കണ്ണി ഇത് എണ്ണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗ്ലാസ്സിലുള്ള പിക്ചർ. ഓ, 700 എണ്ണിയാ, ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ ഉള്ളൂ. എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയ ശേഷം അവളോട് എണ്ണാൻ പറഞ്ഞ ശരണ്യ ആരായി? ഐസായി. അത്രയേ ഉള്ളൂ. എന്തും ജാസുവിനെ കടന്നേ അവിടെ നടക്കുള്ളൂ. ഈ റോബോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഹോട്ടലുകളൊക്കെ കാണുമായിരിക്കും. അത് ഒരു എൻ്റർടൈൻ സെക്ഷൻ തന്നെയാണ്. റോബോയെ സമ്മതിച്ചു. ഈ റോബോയ്ക്ക് ആരാ ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നത്? ചാർജ് കൊടുത്താൽ പോരെ? റോബോയ്ക്ക് ശമ്പളം കൊടുക്കുന്നു, ശമ്പളം കിട്ടുന്ന ടിപ്പാണ്. ആ ടിപ്പ് വെച്ചാണ് ഞാൻ ജയിക്കേണ്ടത്. ആ ഒരു പോർഷൻ ഓക്കെയാണ്. ബാക്കി അട്ടർ നോൺസെൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? കമൻറ്റിൽ അഭിപ്രായം എഴുതിയാൽ മതി. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നതാണ്. സൈക്കോ ബിഗ് ബോസ് തീർച്ചയായിട്ടും വിന്നറാക്കി വെച്ചിരിക്കുന്നത് മാഡത്തിനെയാണ്. അല്ലെങ്കിൽ ഇത്രയധികം ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായി, ഇത്രയധികം പേര് പ്രശ്നം ഉണ്ടാക്കി, എന്നിട്ടും മാഡത്തിന് ഫേവറിസം. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയതുണ്ട്. ജിൻഡോയെ എഴിച്ചു പോടോ എന്ന രീതിയിലൊരു അടി കൊടുത്തിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല, ചെറിയൊരു തട്ടല്ലേ, ചെല്ലത്തട്ട്. പക്ഷേ നന്ദന അത് കണ്ടിരുന്നു. നന്ദന അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നന്ദന അത് മറന്നുപോയി. ജിൻഡോയെ എടുത്ത് ഉടുക്കുന്ന രീതിയിൽ കിടന്ന് തട്ടഹസിച്ച് അന്യായമായി തെറി പറയുമ്പോഴും അന്യായമായി മോശപ്പെടുത്തി പറയുമ്പോഴും ജാൻമണി പുറത്തു പോകാൻ കാരണമെന്ന് അയാൾ കളവ് പറയുമ്പോഴും ഒക്കെ നന്ദന അവിടെ സൈലൻ്റാണ്. ഇപ്പം തീർത്തുകളെ ഞാൻ അവളെ പിടിച്ച് പുറത്താക്കാൻ ഞാൻ ആന ചെയ്യും. ജനങ്ങളുടെ വികാരവുമായി അകത്തേക്ക് പോയ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയുടെ മകൾ അതിനകത്ത് പോയപ്പോൾ അമ്മയും മറന്നു, ജനങ്ങളുടെ വികാരവും മറന്നു, താൻ എന്തിനതിനകത്ത് കയറിയെന്നുള്ളതും മറന്നിട്ട് ചെല്ലക്കുട്ടി കളിക്കുക, കുഞ്ഞാവ കളിക്കുന്നത്. കൂട്ടുകക്ഷിക്കാരെ അതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ടാങ്കോ ഗേളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കിക്ക് അംഗങ്ങൾ ഷിജോ, ഷായി, സൂപ്പർ, എല്ലാം കൊള്ളാം. നോറയിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. നോറയ്ക്ക് നിലപാടില്ലായ്മ കൊണ്ട് തന്നെ നോറ പറയുന്ന നല്ല കാര്യങ്ങൾ പോലും അക്സെപ്റ്റൻസ് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നോറ അട്ടർ ഫ്ലോപ്പ് ആൻഡ് ഫേക്ക്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.